സിസ്റ്റം എല്ലാം ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഹാവേറിയൻ സിസ്റ്റം. അപ്പൊ അത് നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇമച്ചർ ആയിട്ട് ബോണിനകത്ത് മെഡുലറി ക്യാവിറ്റിയിൽ ഇമച്ചർ ആയിട്ട് ഫോം ചെയ്യുന്ന ബ്ലഡ് വെസൽസുകൾ ഔട്ട് ചെയ്യാതെ അവിടെ തടഞ്ഞു നിർത്തുന്നതാണ് ഈ ഹാവേറിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് സാധാരണ വരുന്നത് കട്ടിയുള്ള ബോൺ അല്ലെ, കോമ്പാക്ട് ബോണിലാണ് ഹാവേറിയൻ സിസ്റ്റം വരുന്നത്, സ്പോഞ്ചി ബോണിൽ വരത്തില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി, കോമ്പാക്ട് ബോൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ശരിയാണ് അല്ലെ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following cells is involved in the bone resorption? Which of the following cells involved in the bone resorption? ഏതാണ്? chondrocytes, osteoclast, osteoblast, osteocytes. Which of the following cells is involved in the bone resorption? chondrocyte, osteoclast, osteoblast, osteocyte. 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഇരുന്നു. അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ. ആർക്കും തെറ്റിയില്ല, ആർക്കും തെറ്റിയില്ല. നല്ല, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ബോൺ കീവേഡ് എന്താണ്? ബോൺ റിസോപ്ഷൻ. റിസോപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബോൺ പൊട്ടിപ്പോകുന്നത് അല്ലെ, ബോൺ പൊട്ടിപ്പോകുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ് വരുന്നത് അല്ലെ, ഓസ്റ്റിയോക്ലാസ്റ്റ്. ബോൺ ഫോമിംഗ് സെല്ലുകളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്. മെച്ചർ ബോൺ സെല്ലാണ് ഓസ്റ്റിയോസൈറ്റ് അല്ലെ. ഓക്കെ, ഇനി കോൺട്രോസൈറ്റ്സ് കാർട്ടിലേജ് ഫോം ചെയ്യുന്ന സെൽസ് അല്ലെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Calcitonin helps to maintain the blood calcium level. Calcitonin helps to maintain the blood calcium level, reducing the resorption of calcium from the bone, increasing the absorption of calcium by insulin secretion, by increasing the function of calcitrol. Calcitonin helps to maintain the blood calcium level. 10 സെക്കൻഡ്, നല്ലോണം ആലോചിച്ച് പറയണം. കറക്റ്റ് പറഞ്ഞേ. വെരി ഗുഡ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പം നമ്മൾ കാൽസിറ്റോണിനും പാരാത്രോൺ, രണ്ട് ഹോർമോൺസ് പറഞ്ഞു. പാരാത്രോൺ ബ്ലഡിൽ നിന്ന് അല്ല ബോണിൽ നിന്ന് കാൽസ്യത്തെ ഇളക്കി ബ്ലഡിൽ കൊണ്ടുവരുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് പാരാത്രോൺ. അല്ലെങ്കിൽ കാൽസിറ്റോണിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കാൽസ്യത്തെ ബോണിലോട്ട് എത്തിക്കുകയാണ് അല്ലെ. അവിടെ ഇൻക്രീസിങ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അപ്പൊ അവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന ബ്ലഡ് കാൽസ്യമായിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ബോണുമായിട്ട് റിലേറ്റ് ചെയ്തല്ല ക്വസ്റ്റ്യൻ വന്ന, ബ്ലഡിൽ കാൽസിറ്റോണിന്റെ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്ന കാൽസിറ്റോണിൻ. അപ്പൊ അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്ത് കിട്ടും ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറഞ്ഞു. 1-2 പേർക്ക് തെറ്റിപ്പോയി കേട്ടോ, തെറ്റിപ്പോരുത്. കാൽസ്യത്തെ ബ്ലഡിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ബോണിൽ എത്തിക്കുന്ന ജോലിയാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിവിടെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ലൈക്ലി കോമൺ കോസ് ഓഫ് ഫ്രാക്ചർ? വാട്ട് ആർ ദ മോസ്റ്റ് ലൈക്ലി കോമൺ കോസ് ഓഫ് ഫ്രാക്ചർ എക്സെപ്റ്റ് ഏതാണ്? ഡയറക്റ്റ് ബ്ലോ, ക്രഷിംഗ് ഫോഴ്സസ്, മസിൽ കൺട്രാക്ഷൻ ആൻഡ് ട്വിസ്റ്റിംഗ്, ആർട്ടീരിയൽ സ്പാസം. 10 സെക്കൻഡ് ഇരുന്നു. ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. What are the most likely common cause of fracture except direct blows, crushing forceps, muscle contraction and twisting, and arterial spasm? അറിയാവുന്നവർ പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ ആൻസർ ആണ്. ഇവിടെ ഡയറക്റ്റ് ബ്ലോസ് ലീഡിങ് ടു ഫ്രാക്ചർ, ക്രഷിംഗ് ഫോഴ്സസ് ലീഡിങ് ടു ഫ്രാക്ചർ അല്ലെ. ഓക്കെ, മസിൽ കൺട്രാക്ഷൻ ടെസ്റ്റിംഗ് ആയാലും ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ വരും അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ആർട്ടീരിയൽ സ്പാസം ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ എക്സെപ്റ്റ് ആൻസർ ഓപ്റ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? ആർട്ടീരിയൽ സ്പാസം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ആർട്ടീരിയൽ സ്പാസം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ആർക്കും തെറ്റിയില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. ആർക്കും തെറ്റിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇടുന്ന 50 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ്. എല്ലാവരും എബോവ് 40 മേടിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും എബോവ് 40ക്ക് ട്രൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Which of the following condition is an early symptom of commonly seen in fracture? Which of the following condition is an early symptom commonly seen in fracture? Pain, deformity, edema and crepitus, headache, dizziness and fever,
vomiting, fatigue, blurred vision, tingling of finger, blister, paralysis. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Early symptoms seen in fracture. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ. നമുക്കറിയാം ഫ്രാക്ചർ വന്നാൽ ആദ്യം വരുന്നത് നല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ്, അല്ലെ? പെയിൻ ആണ്, ഡീഫോമിറ്റി, അല്ലെങ്കിൽ ഒരു രണ്ട് നമ്മൾ സിമെട്രി നോക്കിയാൽ ഫ്രാക്ചർ ആയ ബോൺ എന്തെങ്കിലും ഷോർട്ട് ആയിട്ടിരിക്കും, ഡീഫോമിറ്റി, പിന്നെ എഡിമ വരും, സ്വെല്ലിങ് വരും, അല്ലെ? സ്വെല്ലിങ് വരും. ഇനി ബോണുകൾ തമ്മിൽ കൂട്ടി വരയുമ്പോൾ അവിടെ ദർ ഇസ് എ സൗണ്ട് ഫീൽ ചെയ്യും, അതായത് ക്രെപ്പിറ്റസ്, അല്ലെ? ഫീലിംഗ് ഓഫ് ക്രെപ്പിറ്റസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് അവിടെ. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞു, കറക്റ്റ്. അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, comminuted fracture is defined as break of bone that produce. Comminuted fracture is defined as the break of bone that produce several bone fragment, cross section of the bone, only part of the cross section, compression fracture. Comminuted fracture is defined as break of bone that produce. First second ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ആൻസർ നമുക്കറിയാം, കമ്മ്യൂണേറ്റഡ്. അപ്പം സെവറൽ ബോൺ ഫ്രാഗ്മെന്റ്സുകളായിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ, അല്ലെ? ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് ഹൊറിസോണ്ടൽ ബേസ് ചെയ്തുള്ള ഫ്രാക്ചർ വരും, only part of the cross section അങ്ങനെ ഫ്രാക്ചർ വരും, കംപ്രസീവ് ഫ്രാക്ചർ വരും, അല്ലെ? എനിവേ ഇറ്റ് ഈസ് ദ കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബോൺ ഇൻറ്റു ഫ്രാക്ചർ ഇൻറ്റു several segment is the correct answer, അല്ലെ? അവിടെ ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ is the correct answer. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ആർക്കും തെറ്റിയിട്ടില്ല, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, ആർക്കും തെറ്റിയിട്ടില്ല. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ is one which one side of bone is. Green stick fracture is one in which one side of the bone is compressed, broken and another side is bent, driven into another bone fragments, twist around the shaft of the bone. സിമ്പിൾ ആയിട്ട് അറിയാവുന്ന, അല്ലെ? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് ഫ്രാക്ചറുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 28ഓളം ക്ലാസിഫിക്കേഷൻ എങ്ങാണ്ടുണ്ട് ടോട്ടൽ കേട്ടോ. അപ്പൊ എല്ലാം നല്ല നോട്ട്സ് നോക്കി പഠിപ്പിച്ചോണം, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ ദി എക്സാം, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്താ, ബ്രോക്കൺ ആൻഡ് അനദർ സൈഡ് ഈസ് ബെൻഡ്. ഒരു സൈഡ് ബ്രോക്കൺ ആയി, അനദർ സൈഡ് ഈസ് ബെൻഡ്, അല്ലെ? അവിടെ വരുന്ന കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുക്കാം, അല്ലെ? ആൻസർ ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, ഒന്നിന്റെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ശ്രദ്ധിച്ചോളൂ. Rubbing of bone fragment against each other is called. Rubbing of bone fragment against each other is called colasma, crepitus, chorea, contraction. Rubbing of bone fragment against each other. First second ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും അറിയാം, അല്ലെ? ക്രെപ്പിറ്റസ്, അല്ലെ? റബ്ബിംഗ് ഓഫ് ഈച്ച് അതർ ഓഫ് ദ ബോൺ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് കറക്റ്റ് ആൻസർ ഈസ് ക്രെപ്പിറ്റസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് ഫ്രാക്ചർ, ചില ഫ്രാക്ചർ ബോണുകളിൽ കിട്ടുന്നതാണ് ക്രെപ്പിറ്റസ് സൗണ്ട്. ക്രെപ്പിറ്റസ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ എസ്കേപ്പ് ആയി വന്നാലും പ്ലൂറലിഫ്, അല്ലെ? ന്യൂമോതൊറാക്സിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ക്രെപ്പിറ്റസ്. അതിന് ക്രെപ്പിറ്റസ് കിട്ടുന്ന 3-4 സ്ഥലങ്ങളുണ്ട്, ഓൾറെഡി എല്ലാം പഠിപ്പിച്ചതാണ്. ക്രെപ്പിറ്റസ് കിട്ടുന്ന ഏരിയാസ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബോണുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെ? ജോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്രെപ്പിറ്റസ് ഉണ്ട്, പിന്നെ ന്യൂമോതൊറാക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്രെപ്പിറ്റസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the initial action should be taken. The initial action should be taken when caring for a client with a skull fracture is to monitor. The initial action should be taken when caring for a client with a skull fracture is to monitor the client for brain injury, the client for hemorrhaging, the elevate the foot of the bed, symptoms of intracranial pressure.
10 സെക്കൻഡ്. 10 സെക്കൻഡ് ആയിരുന്നു. ആൻസർ തെറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ആൻസർ തെറ്റിയിട്ടുണ്ട്. ആൻസർ നിങ്ങൾ പറയുന്ന പോലെ ഡി അല്ല. സിംറ്റംസ് ഓഫ് ഇൻട്രാക്രേനിയൽ പ്രഷർ അല്ല ഇവിടെ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടോ ഇനിഷ്യൽ ആക്ഷൻ അല്ലെ. ഇനിഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇനിഷ്യൽ എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ വെൻ ഫെയറിംഗ് ഓഫ് എ ക്ലൈന്റ് വിത്ത് സ്കൾ ഫ്രാക്ചർ ഈസ് ടു മോണിറ്റർ ദ ബ്രെയിൻ ഇഞ്ചുറി കേട്ടോ. ദ ബ്രെയിൻ ഇഞ്ചുറി ആണ്. ഇഞ്ചുറി ബ്ലീഡിങ് മോണിറ്റർ ചെയ്ത് അത് ഡ്രസ്സിങ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേട്ടോ. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. അതാണ് ഇവിടെ പ്രയോറിറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ ഇനിഷ്യൽ ആക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ. ഓൺ ഗോയിങ് മോണിറ്ററിലാണ് സിംറ്റംസ് ഓഫ് ഇൻട്രാക്രേനിയൽ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. തെറ്റിപ്പോയത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനിഷ്യൽ ആക്ഷൻ ഓഫ് ഫ്രാക്ചർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് എഴുതാവുള്ളൂ? ആൻസർ ഓപ്ഷൻ എ എഴുതാവുള്ളൂ കേട്ടോ. ദ ക്ലൈന്റ് ഫോർ ബ്രെയിൻ ഇഞ്ചുറി. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്ന് ശ്രദ്ധിച്ചോണം. when a fracture is suspected immediately after injury what action should be taken? When a fracture is suspected immediately after injury what action should be taken? Expect immobilize the body part, movement of fractured body part, bandaging of the affected part, covered with open wound with sterile dressing. ഫസ്റ്റ് സെക്കൻഡ് നല്ലോണം ചിന്തിച്ചു വേണം ആൻസർ പറയാൻ. ചിന്തിച്ചു വേണം ആൻസർ പറയാൻ. ഓക്കെ, ഇവിടെ എന്തുവാണ് ചോദിച്ചാൽ ഫ്രാക്ചർ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്തു അല്ലെ. ഫ്രാക്ചർ ഉണ്ടെന്ന് അവിടെ സസ്പെക്ട് ചെയ്തു അല്ലെ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇഞ്ചുറി വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ? എക്സെപ്റ്റ് ചെയ്യാത്ത പാടില്ലാത്ത കാര്യം അല്ലെ. എക്സെപ്റ്റ് അപ്പൊ നമുക്ക് ഇമ്മൊബിലൈസ് ദ ഫ്രാക്ചർ ചെയ്യണം, അത് ശരിയാണ് അല്ലെ. ബാൻഡേജിങ് ഓഫ് അഫക്റ്റഡ് പാർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും അല്ലെ. സ്ലിന്റ് വെച്ച് നമ്മൾ സപ്പോർട്ടിങ് ചെയ്യും അല്ലെ. അടുത്ത കവേർഡ് വിത്ത് ഓപ്പൺ വൂണ്ട് വിത്ത് സ്റ്റെറൈൽ, അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ടുകൾ ഉണ്ടെങ്കിൽ അതും സ്റ്റെറൈൽ ഡ്രസ്സിങ് ചെയ്യും അല്ലെ. 2.5 സെന്റിമീറ്റർ മാർജിൻ ഓഫ് ദ എഡ്ജ് വെച്ച് നമ്മൾ വൂണ്ട് എന്ത് ചെയ്യും? ഡ്രസ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യം ഏതാണെന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് ദ ബോഡി പാർട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്ന ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ, ഇവിടെ വരുമ്പോൾ എക്സെപ്റ്റ് ആൻസർ വന്നതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഓൾമോസ്റ്റ് കുറച്ച് പേർക്ക് തെറ്റി കേട്ടോ. തെറ്റിക്കരുത് കേട്ടോ. നമ്മുടെ ഈ എക്സെപ്റ്റുകൾ എന്നുള്ള വേർഡ് കാണാതെ പോകരുത് കേട്ടോ. വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യനിൽ എക്സെപ്റ്റ് എന്നുള്ള വേർഡുകൾ കാണാതെ പോകരുത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Which risk factor is mainly seen in a patient with open fracture? Which risk factor is mainly seen in a patient with open fracture? Osteomyelitis, tetanus, gas gangrene, renal complication and tetanus, depression, sprain and edema, orthostatic hypotension and shock. Which risk factor mainly seen in a patient with open fracture? ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. നല്ലോണം ആലോചിച്ച് പറഞ്ഞ ആൻസർ. ആലോചിച്ച് പറയണം. അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റിസ്ക് ഫാക്ടർ ആണ് പറയുന്നത് അല്ലെ. റിസ്ക് ഫാക്ടർ എന്താണ്? പേഷ്യന്റ് ഡയഗ്നോസിസ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെ. അല്ലെങ്കിൽ നമ്മള് ഓപ്പൺ ഫ്രാക്ചർ ആയിട്ട് വന്നുള്ള പേഷ്യന്റ് അതിന്റെ റിസ്ക് ഫാക്ടർ ആണ് ചോദിക്കുന്നത്. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ദർ ഈസ് ആൻ ഓപ്പൺ വൂണ്ട് അല്ലെ. ഓപ്പൺ വൂണ്ട് ഇതാണ്. അപ്പൊ ഓപ്പൺ വൂണ്ട് ദർ ഈസ് എ റിസ്ക് ഫോർ എന്താണ്? ഇൻഫെക്ഷൻ അല്ലെ. ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ടെറ്റനസ് ഇൻഫെക്ഷൻ കിട്ടാം, ഗ്യാസ് ഗാംഗ്രീൻ ഇൻഫെക്ഷൻ വരാനുണ്ട്, പിന്നെ ബോണി ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഇൻഫ്ലമേഷൻ ആയിട്ട് ഓസ്റ്റിയോമൈലൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കുറച്ച് പേർക്ക് ആൻസർ ശരിയായുള്ളൂ, ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ഡി ഒക്കെ പറഞ്ഞ് എന്താണ് ഡി പറഞ്ഞതെന്ന് മനസ്സിലായില്ല കേട്ടോ. എനിവേ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കണം? ഇൻഫെക്ഷൻ ആയിട്ട് എടുക്കണം കേട്ടോ. ഇൻഫെക്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓസ്റ്റിയോമൈലൈറ്റിസ്, ടെറ്റനസ് ആൻഡ് ഗ്യാസ് ഗാംഗ്രീൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു.
all are the factors affecting the fracture healing except all are the factors affecting fracture healing except proper nutrition, exercise, inadequate immobilization, hormones. All are the factors affecting fracture healing except നല്ലവണ്ണം ആലോചിച്ച് പറയണം, നല്ലതുപോലെ ആലോചിച്ച് പറയണം, ആൻസർ തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പം ഇവിടെ ഇമ്പോർട്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ, ഓൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രാക്ചർ ഹീലിംഗ്. ഒരു ഫ്രാക്ചർ ഹീൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇറ്റ് ഈസ് എന്ത് വേണം, ഇത് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കണം, നല്ലതായിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കണം അല്ലെ, സർക്കുലേഷൻ വേക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, വിരലുകളൊക്കെ പതുക്കെ പതുക്കെ അനക്കണം അല്ലെ, അതും RM എക്സസൈസ് അല്ലെ, പിന്നെ ഹോർമോൺസുകളൊക്കെ വേണം അല്ലെ, അവിടെ ഉള്ള ബ്ലഡ് ബിസി അതുപോലെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കണം അല്ലെ, അപ്പൊ അത് റിലേറ്റ് ചെയ്ത് ഹോർമോൺസും ഇമ്പോർട്ടന്റ് റോൾ ആണ്. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഇവിടെ വരാത്ത എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഅഡിക്വേറ്റ് ഇമ്മൊബിലൈസേഷൻ അല്ലെ, അതായത് ഇമ്മൊബിലൈസേഷൻ പ്രോപ്പർ ആയില്ലെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമ്മൊബിലൈസേഷൻ വളരെ അത്യാവശ്യമാണ് എന്തിനു വേണ്ട ഫ്രാക്ചർ ഹീലിംഗ് ചെയ്യാൻ അല്ലെ. അപ്പൊ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യാൻ പ്ലാസ്റ്റർ കാസ്റ്റ്, സ്കിൻ ട്രാക്ഷൻ, സ്കെൽറ്റൽ ട്രാക്ഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. എക്സെപ്റ്റ് വന്നതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. ഈ ചെറിയ ക്വസ്റ്റ്യൻ തെറ്റരുത് കേട്ടോ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആലോചിച്ചെടുത്ത് തന്നെ ഇന്നത്തെ ആൻസർ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയായിട്ടുണ്ട്, തെറ്റരുത് കേട്ടോ. ഓക്കെ, തെറ്റിപ്പോകരുത് കേട്ടോ, ആൻസർ തെറ്റിപ്പോയത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. വിച്ച് ഈസ് ദ early complication seen in fracture? Early complication seen in fracture: avascular necrosis, hypertension, paralysis, shock. പഠിപ്പിച്ചതാണ് early complication seen in fracture. നെക്രോസിസ്. അപ്പൊ ആലോചിക്കുക, ഫ്രാക്ചർ ആണ് അല്ലെ, ഫ്രാക്ചർ ആണ് വരുന്നത്. അപ്പൊ അവിടെ ഫ്രാക്ചർ വരുമ്പോൾ കമ്പാർട്ട്മെന്റ് സിൻഡ്രോം പഠിപ്പിച്ചാണ്, ബ്ലീഡിങ്, ഷോക്ക് അല്ലെ, അതെല്ലാം പഠിപ്പിച്ചതാണ്. അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് early കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്ലീഡിങ്, ഷോക്കും ഒക്കെ വരും കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഷോക്ക് ആണ്, അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ, ഷോക്ക് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് early complication seen in fracture ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഈസ് ഷോക്ക് കേട്ടോ, ഷോക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, എഡിമ അല്ലെ, എഡിമ, ഫ്ലൂയിഡ് വോളിയം ലോസ്, ഹെമറേജ്, ബ്ലീഡിങ് റിലേറ്റഡ് ടു ഷോക്ക്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് കുറച്ചു പേർക്ക് തെറ്റി കേട്ടോ, കുറച്ചു പേര് ശരിയായിട്ട് പറഞ്ഞു, കുറച്ചു പേര് തെറ്റി. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The complex regional pain syndrome is also known as reflex sympathetic dystrophy, thromboanginitis obliterans, synovitis, retrolental fibroplasia. അറിയോ? പഠിപ്പിച്ചല്ല, നോട്ട്സിൽ എഴുതണം, നോട്ട്സിൽ എഴുതി വെക്കണം, ഫ്രാക്ചറിന്റെ എവിടെങ്കിലും എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസർ എടുക്കാം, പഠിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് എലിമിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ആൻസർ എടുക്കാം. ത്രോംബോ അഞ്ചൈനൈറ്റിസ് ഒബ്ലേറ്ററൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ത്രോംബോ അഞ്ചൈനൈറ്റിസ് ഒബ്ലേറ്ററൻസ് ആർട്ടീരിയോൾസും വെയിൻസിനും ഒക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. സൈനോവൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. റെട്രോബ്ലെൻഡൽ ഫൈബ്രോപ്ലേസിയ എന്ന് പറയുന്നത് ഓക്സിജൻ ഡ്രൈയിങ് വരുന്നതാണ് ന്യൂ ബോണിന് അല്ലെ, ഓക്സിജൻ ഡ്രൈയിങ് വരുമ്പോൾ വരുന്ന പ്രശ്നമാണ് മ്യൂക്കസ് മെംബ്രെയിൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് റിഫ്ലെക്സ് സിമ്പത്തറ്റിക് ഡിസ്ട്രോഫി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. കോംപ്ലക്സ് റീജിയണൽ പെയിൻ സിൻഡ്രോം ഈസ് ഓൾസോ നോൺ ആസ് റിഫ്ലെക്സ് സിമ്പത്തറ്റിക് ഡിസ്ട്രോഫി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ, ആൻസർ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. തെറ്റിയിട്ടുണ്ട്. റിട്രോബ്ലെൻഡൽ ഫൈബ്രോപ്ലേസിയ എക്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ കൊടുക്കുമ്പോൾ മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആവുന്നതാണ് ന്യൂ ബോൺ അല്ലെ, ന്യൂ ബോണിന് വരുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 100% ഓക്സിജനേഷൻ ന്യൂ ബോൺസിന് കൊടുക്കത്തില്ല അല്ലെ. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most common carpal bone fracture is പഠിപ്പിച്ചാണ് ലൂണേറ്റ്, പീസിഫോം, സ്കാഫോയിഡ്, ഹെമാറ്റസ്. പറഞ്ഞോ, 10 സെക്കൻഡ് ഉണ്ട്, പറഞ്ഞോളൂ. The most common carpal bone fracture is that of അറിയാവുന്ന ഒരു ആൻസർ പറഞ്ഞോളൂ.
പഠിച്ചല്ലേ സ്കാഫോയിഡ്. സ്കാഫോയിഡ് നമ്മൾ കുറെ സ്ഥലത്ത് ആവശ്യമുണ്ട്. സ്കാഫോയിഡ് അബ്ഡോമൻ, സ്കാഫോയിഡ് അല്ലെ. അപ്പൊ സ്കാഫോയിഡ് കാർപ്പൽ ബോണിൽ ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബോൺ. ബോൺ പോലെ ഇരിക്കുകയാണ്, ബോട്ടിന്റെ ഷേപ്പ് ആണ് ഇരിക്കുന്ന അല്ലെ. ബോട്ടിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന കാർപ്പൽ ബോൺ ആയതുകൊണ്ട് എപ്പോഴും അതിന്റെ ഫ്രണ്ട് ഒടിയാൻ സാധ്യതയാണ് അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് സ്കാഫോയിഡ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. സ്കാഫോയിഡ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അല്ല നമ്മളൊരു സ്കാഫോയിഡ് അബ്ഡോമൻ പഠിച്ചായിരുന്നു അല്ലെ. സ്കാഫോയിഡ് അബ്ഡോമൻ നമ്മൾ ഡയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചായിരുന്നു അല്ലെ. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. വിച്ച് ഏജ് ഗ്രൂപ്പ് ഹാവ് ഇൻസിഡൻസ് ഓഫ് ഫീമർ ഫ്രാക്ചർ ഡ്യൂ ടു ഓസ്റ്റിയോപോറോസിസ്? വിച്ച് ഏജ് ഗ്രൂപ്പ് ഹാവ് ഹൈ ഇൻസിഡൻസ് ഓഫ് ഫീമർ ഫ്രാക്ചർ ഡ്യൂ ടു ഓസ്റ്റിയോപോറോസിസ്? ആർക്കും തെറ്റരുത്. ചിൽഡ്രൻ, യങ് അഡൽറ്റ്, മിഡിൽ അഡൽറ്റ്, ജീറിയാട്രിക് അഡൽറ്റ്. തെറ്റിപ്പോകരുത്. വിച്ച് ഏജ് ഗ്രൂപ്പ് ഹാവ് ഹയർ ഇൻസിഡൻസ് ഓഫ് ഫീമർ ഫ്രാക്ചർ ഡ്യൂ ടു ഓസ്റ്റിയോപോറോസിസ്? 10 സെക്കൻഡ് ആയിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അവിടെ നമുക്കറിയാം ഓസ്റ്റിയോപോറോസിസ് ഈസ് ദ റിസ്ക് ഫോർ ഓൾഡ് ഏജ് അല്ലെ. ഓസ്റ്റിയോപോറോസിസ് ഈസ് ദ റിസ്ക് ഫോർ ഓൾഡ് ഏജ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ജിറിയാട്രിക് അഡൽറ്റ് അല്ലെ. ജിറിയാട്രിക് അഡൽറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ജിറിയാട്രിക് അഡൽറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ജിറിയാട്രിക് അഡൽറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Amputation is done to remove. Amputation is done to remove body part, usually an extremity, body part usually a skin, usually a brachial artery, usually a contracture. Amputation is done to remove. Amputation is done to remove the body part, usually an extremity, body part usually a skin, usually a brachial artery, usually a contracture. ഏതാണ് കറക്റ്റ് ആൻസർ? പറഞ്ഞോളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. വെരി ഗുഡ്. ആംബ്യൂട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബോഡി പാർട്ട് റിമൂവ് ചെയ്യുന്നത് അല്ലെ. യൂഷ്വലി എക്സ്ട്രിമിറ്റി, ലെഗ്, തൈ, അപ്പർ ലിംബ്, ബിലോനി, എബോനി അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The initial measures would be excluded. The initial measures would be excluded from the stump care teaching plan. The initial measures would be excluded from the stump care teaching plan by inspect the stump daily, treat superficially abrasion and blisters, apply bandage around the proximal end, pushing the stump against hard surface. Pushing the stump against hard substance, apply a bandage around the proximal end, treat superficial abrasion, inspect the stump daily. Inspect the stump daily. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. അറിയാവുന്നവർ പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ട്, കുറച്ച് പേർക്ക് ശരിയാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്ക്ലൂഡഡ്. എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? എക്സെപ്റ്റ് അല്ലെ. ഇൻക്ലൂഡഡ് ആണ് ആഡ് ചെയ്യേണ്ട വേർഡ്. എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് സ്റ്റംപ് ഡെയിലി ഇൻസ്പെക്ഷൻ ചെയ്യാൻ അവരോട് പറഞ്ഞ് ടീച്ച് ചെയ്ത് വിടും. എന്താണ്? ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻഫെക്ഷൻ. ചെറിയ ബ്ലിസ്റ്റേഴ്സ്, അബറേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ ആന്റിബയോട്ടിക്സ് അല്ലെ, ഓയിൽമെന്റ് ഒക്കെ തേക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും. ദാറ്റ് ഈസ് പ്രീ സൂപ്പർഫിഷ്യലി അബറേഷൻ ആൻഡ് ബ്ലിസ്റ്റേഴ്സും നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ് അല്ലെ. പുഷിംഗ് ദ സ്റ്റംപ് അഗൈൻസ്റ്റ് ഹാർഡ് സർഫസ്. ആ റൗണ്ട് ചെയ്ത് എടുക്കാൻ, സ്റ്റംപിന്റെ ആ ഷേപ്പ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഹാർഡ് സർഫസിൽ എന്ത് ചെയ്യും? എഗൈൻസ്റ്റ് ഹാർഡ് സർഫസിൽ പുഷ് ചെയ്യാനൊക്കെ പറയും അല്ലെ. ഹാർഡ് ഇതിലും അതും കറക്റ്റ് ആണ്. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന അപ്ലൈ ബാൻഡേജിങ് പറഞ്ഞു കൊടുക്കും, പക്ഷെ അത് പ്രോക്സിമൽ എൻഡിലല്ല, ഡിസ്റ്റൽ എൻഡ് അല്ലെ. ഇപ്പൊ സ്റ്റംപ് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. സ്റ്റംപ് ഇപ്പം കട്ട് ചെയ്തേക്കുവാണെങ്കിൽ, സ്റ്റംപിലാണെങ്കിൽ നമുക്ക് ഹെഡുമായിട്ട് നിയർ ആയിട്ട് നിൽക്കുന്ന എൻഡിനെ നമുക്ക് പ്രോക്സിമൽ എൻഡ് എന്ന് പറയാം. ഇതെന്ന് ഇതിന്റെ എൻഡ് ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൽ എൻഡ് അല്ലെ. അപ്പൊ ഡിസ്റ്റൽ എൻഡിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ബാൻഡേജിങ് ചെയ്യുന്നത് അല്ലെ. ഡിസ്റ്റൽ എൻഡിലാണ് ബാൻഡേജിങ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ പ്രോക്സിമൽ എൻഡ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. പ്രോക്സിമൽ എൻഡിലോട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റ് ഈസ് എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ്. അപ്പൊ ഈ എക്സ്ക്ലൂഡഡ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് കീവേഡ് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെ.
ഓൾമോസ്റ്റ് ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്, ചിലർക്ക് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് സ്റ്റംപ് കെയറിന്റെ രീതിയിൽ ഈ 3 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട്സിൽ എഴുതി വെക്കണം. ഡെയിലി സ്റ്റംപ് കെയർ, ഡിസ്ചാർജ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സൂപ്പർഫിഷ്യൽ വൂണ്ട് അബ്രേഷൻസ് ട്രീറ്റ് ചെയ്യണം. അപ്ലൈ ബാൻഡേജ് അറൌണ്ട് ദ ഡിസ്റ്റൽ എൻഡ് കറക്റ്റ് ആണ്. പുഷിംഗ് ദ സ്റ്റം അഗെയിൻസ്റ്റ് ഹാർഡ് സർഫസ്, ഈ 4 പോയിന്റ് കറക്റ്റ് തന്നെ. ഇവിടെ നമ്മൾ പ്രോക്സിമൽ മാറ്റി ഡിസ്റ്റൽ ഇട്ട് കൊടുക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അത് കുറച്ചു പേർക്ക് തെറ്റി, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ റൊമാറ്റിക് ഫാക്ടർ കോമൺലി ടെസ്റ്റഡ് ബൈ, IgA-MGD. Rheumatic factor commonly tested is IgM ആണ് കേട്ടോ. IgM ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. അതുപോലെ എനിക്ക് ആന്റിബോഡീസ് ഒക്കെ മൈക്രോബയോളജിയിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഒക്കെ മൈക്രോബയോളജിയിൽ വരുന്നുണ്ട്. എനിവേ ഇറ്റ് ഇസ് ആൻസർ ഇസ് IgM, എഴുതി വെച്ചേക്കണം കേട്ടോ. റുമറ്റോയിഡ് ഫാക്ടർ ഇസ് കോമൺലി ടെസ്റ്റഡ് വിത്ത് IgM കേട്ടോ. അതുപോലെ ഹെപ്പറ്റൈറ്റിസിന്റെ ക്രോണിക് അക്യൂട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തും പഠിപ്പിച്ചിട്ടുണ്ട്, അതും ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. X-ray evidence of disc degeneration include all except narrowing of the disc space, vertebral sclerosis, calcification of spinal ligaments, osteophyte formation. X-ray evidence of disc degeneration including all except. എല്ലാവർക്കും കിട്ടിയല്ലേ? എല്ലാവർക്കും കിട്ടി. ഇപ്പൊ ഡിസ്ക് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്ക് ഡീജനറേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഡിസ്ക് ഡീജനറേഷൻ ആകുമ്പോൾ നാരോയിങ് ഓഫ് ദ ഡിസ്ക് വരും, വെർട്ടിബ്രയിലെ ഡിസ്ക് സ്ക്ലീറോസിസ് വരും അല്ലെ, ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻ അല്ലെ, അവിടെയും കൂടുതൽ കാലസ് ആയിട്ടുള്ളത് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് വരുന്നത് എന്താണ്? കാൽസിഫിക്കേഷൻ ഓഫ് സ്പൈനൽ ലിഗമെന്റ്. സ്പൈനൽ ലിഗമെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നാണ്, അതിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ് സ്പൈനൽ ലിഗമെന്റ് അല്ലെ. അതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. കാൽസിഫിക്കേഷൻ ഓഫ് സ്പൈനൽ ലിഗമെന്റ് വരത്തില്ല. അവിടെ കറക്റ്റ് ആൻസർ ഈസ് എക്സെപ്റ്റ് വരുമോ കാൽസിഫിക്കേഷൻ ഓഫ് സ്പൈനൽ ലിഗമെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയായി. വെരി ഗുഡ്, എല്ലാവർക്കും ശരിയായി. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ബോൺ റെഗുലേറ്റ് ദ ബ്ലഡ്, പൊട്ടാസ്യം ലെവൽ, കാൽസ്യം ലെവൽ, യൂറിയ ലെവൽ, സോഡിയം ലെവൽ. ബ്ലഡ് ബോൺസ് റെഗുലേറ്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കാൽസ്യം, ഫോസ്ഫറസ് കേട്ടോ. കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ആണ് കറക്റ്റ് ആൻസർ. അതായത് കാൽസ്യം റൈസ് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് കുറയും കേട്ടോ. രണ്ടും ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ബോൺസ് റെഗുലേറ്റ് ദ ബ്ലഡ്, കാൽസ്യം ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. കാൽസ്യം ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ജോയിന്റ്സ് ആർ ദ റീജിയൻ where two or more tendons meet, one bone meet with another bone, two or more bones meet, two or more ligaments meet. നല്ലോണം ആലോചിച്ച് പറയണം. joints are the region where തെറ്റിപ്പോരുത്. അല്ല, ജോയിന്റ്സ് എല്ലാരും പറഞ്ഞ തെറ്റാണ്. ടു ഓർ മോർ ബോൺസ് മീറ്റ് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് റിസ്റ്റ് ജോൺ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 4 2 അടുക്കാണ്, അത് വീണ്ടും 5 എണ്ണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ആവുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്തെടുക്കാം, 2 or more bones ആണ് കേട്ടോ. 2 or more bonesുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, ജോയിന്റ് അല്ലെ. മിനിമം 2 ഉണ്ടായിരിക്കണം, അതായത് ഒരു ബോൺ മിനിമം 2 ഉണ്ടായിരിക്കണം, പ്ലസ് അഡീഷണൽ എന്തുണ്ടായിരിക്കണം, മോർ ബോൺസ് കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. ബുർസെ ആർ എ സ്മോൾ സാക്ക് ഓഫ് synovial fluid that cushion and protect the bony are high risk for friction such as
high risk for friction such as the axis and the shoulder, axis and the pelvis, knee and the pelvis, knee and the shoulder. Boots say a small sac of synovial fluid that cushion and protect the bony are at high risk of friction such as. അറിയാം ആർക്കെങ്കിലും? ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ കറക്റ്റ്, വെരി ഗുഡ്. ഒന്ന് രണ്ടുപേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പൊ ലാർജ് ജോയിന്റ്സുകളിൽ ഒരു സാക്ക് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞ ബുർസെ. ഈ ബുർസയ്ക്കകത്ത് എന്തുണ്ട്? സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇത് ജോയിന്റുകൾ മൂവുന്നതിനനുസരിച്ച് അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ലാർജ് ജോയിന്റ്സിൽ വരുന്നതാണ് ബുർസെ അല്ലെ. ബുർസെ വരുന്ന ലാർജ് ജോയിന്റ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന ലാർജ് ജോയിന്റ് എന്ന് പറയുന്ന നീയും ഷോൾഡറുമാണ് അല്ലെ. നീയും ഷോൾഡറുമാണ് അവിടെ ലാർജ് ജോയിന്റ്സ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഏതാണ്? correct answer is option D is the correct answer. Option D is the correct answer. Okay. Option D is the correct answer. തെറ്റിപ്പോയത് നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mnemonics RISE stand for. The mnemonics RISE stand for rest, ice compression elevation, rest innervative compression elevation, rest ice contraction elevation, rest ice conduction elevation. നല്ലോണം ആലോചിച്ച് പറയണം. 10 സെക്കൻഡ് ആലോചിച്ച് പറയണം ആൻസർ. ആലോചിച്ച് പറയണം. ഓക്കെ, വെരി ഗുഡ്. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലിവേഷൻ. കേട്ടോ, റെസ്റ്റ്, കംപ്രഷൻ ആൻഡ് എലിവേഷൻ. റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ. ലിഗമെന്റ് സ്ട്രെയിനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റൈസ് മിനോണിമിക്സ് അല്ലെ. റൈസ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ടെൻഡൻ ഇഞ്ചറി, മറ്റേത് ലിഗമെന്റ് ഇഞ്ചറി. ഓക്കെ, അതിനൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതാകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് വരുന്നു. എ ഫ്രാക്ചർ ഈസ് ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ, a partial break in the continuity of bone, a break in the continuity of bone and ligaments, a break in the continuity of bone and tendon. Fracture is a break in the continuity of bone, partial break in the continuity of bone, a break in the continuity of bone and ligament, break in the continuity of bone and tendon. ഫസ്റ്റ് സെക്കൻഡ് ആലോചിച്ച് ആൻസർ പറയണം. ആലോചിച്ച് ആൻസർ പറയണം. ഓക്കെ, ഓക്കെ, അവിടെ കറക്റ്റ് ആണ്. എനി ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ഫ്രാക്ചർ അല്ലെ. ഫ്രാക്ചർ എന്ന് വിളിക്കുന്ന എനി ബ്രേക്ക് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് തന്നെയാണ് ആൻസർ അല്ലെ. പാർഷ്യൽ ബ്രേക്ക് എന്നാലും ദർ ഇസ് എ ബ്രേക്ക് അല്ലെ. അവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്തെടുക്കാം. ഓപ്ഷൻ എ ഈസ് എടുക്കാം അല്ലെ. ലിഗമെന്റും ടെൻഡനും ആണെങ്കിൽ വേർഡ് മാറും, സ്ട്രെയിൻ ആയിട്ട് മാറും അല്ലെ. സ്ട്രെയിൻ ആൻഡ് സ്ട്രെയിൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. A person who suffers a traumatic rather than planned amputated has. A person suffers a traumatic rather than planned amputated has. A person suffers traumatic rather than planned amputated has. No need for post-operative analgesia, no risk of infection, greater risk of infection, and increased need for oxygen. A person who suffers a traumatic rather than planned amputation case. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ട്രോമ ഇറ്റ് ഈസ് എ ബ്ലീഡിങ് അല്ലെ. അവിടെ ഓപ്പൺ ആയി അല്ലെ. ട്രോമാറ്റിക് അവിടെ ദർ ഇസ് ഹൈ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ അല്ലെ. ഗ്രേറ്റർ റിസ്ക് ഫോർ ഇൻഫെക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് അല്ലെ. അവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ലിംബ് പെയിൻ ഈസ് നോട്ട് ദ സെയിം ആസ്. Phantom limb pain is not the same as. Phantom limb sensation, pain limb in the amputated part, pain due to excessive stimulation of nerve, pain which is treated as tense.
10 സെക്കൻഡ് ആയിരുന്നു, 10 സെക്കൻഡ് ആയിരുന്നു. അറിയാവുന്ന ആൻസർ പറഞ്ഞോളൂ. ഹാൻഡ് ആൻഡ് ലിംബ് പെയിൻ ഈസ് നോട്ട് ആസ് ദ സെയിം ആസ്. ഇപ്പൊ ഇവിടെ ഓർക്കുക, നമ്മൾ പെയിൻ പാൻഡം പെയിൻ ഉണ്ടെങ്കിൽ ട്രെമഡോൾ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും അല്ലെ. ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ട്രെമഡോൾ. കറക്റ്റ് ആണ്. പെയിൻ ഡ്യൂ ടു എക്സസീവ് സ്റ്റിമുലേഷൻ ഓഫ് നെർവ് ആണ് അല്ലെ. എക്സസീവ് സ്റ്റിമുലേഷൻ ഓഫ് നെർവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. പെയിൻ ഇൻ ലിംബ് ഇൻ ദ ആംബുട്ടേറ്റഡ് പാർട്ടിലാണ് സാധാരണ പാൻഡൽ ലിംബ് പെയിൻ നമ്മൾ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് പാൻഡൽ ലിംബ് സെൻസേഷൻ ഈസ് അനദർ അല്ലെ. പാൻഡൽ ലിംബ് സെൻസേഷൻ എന്ന് പറയുന്ന അതർ ആണ്. അപ്പൊ ഇതില് നോട്ട് ദ സെയിം ആസ് എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ വരുമ്പോൾ കറക്റ്റ് ആൻസർ ഈ ഓപ്ഷൻ എ. എല്ലാവർക്കും തെറ്റിപ്പോയി കേട്ടോ, തെറ്റിപ്പോയത്. ഇവിടെ കറക്റ്റ് ആൻസർ പാൻഡൽ ലിംബ് സെൻസേഷൻ. ഞാനത് പഠിപ്പിച്ചപ്പോൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൻസേഷൻ പാൻഡൽ ലിംബ് സെൻസേഷനും ഉണ്ട്, അവിടെ ടച്ച് ചെയ്യുന്നത്, അത് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നത്, കൂടാതെ പാൻഡൽ ലിംബ് പെയിനും ഉണ്ട് അല്ലെ. അങ്ങനെ രണ്ട് രീതിയിലാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഏതാണ്? ഓപ്ഷൻ എ. പാൻഡൽ ലിംബ് സെൻസേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. പാൻഡൽ ലിംബ് സെൻസേഷൻ ഇസ് ദ കറക്റ്റ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റിലോട്ട് വരുന്നു. ഫോർ വിച്ച് ഏജ് ഗ്രൂപ്പ് ഓൺവേഴ്സ് മോർ ബോൺ സെൽസ് ആർ ലോസ്റ്റ് ദെൻ റീപ്ലേസ്ഡ് ഇൻ ദ ബോഡി? ഫ്രം വിച്ച് ഏജ് ഗ്രൂപ്പ്സ് ആർ മോർ ബോൺ സെൽസ് ആർ ലോസ്റ്റ് ദാൻ റീപ്ലേസ്ഡ് ബൈ ദ ബോഡി? അപ്പം ബോഡിയിൽ ഓസ്റ്റിയോ ബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും അല്ലെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി കൂടുന്നത് ഏത് സ്റ്റേജ് തൊട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. ആർക്കെല്ലാം അറിയാം? അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ അത് പഠിപ്പിച്ചതാണ്. 45 ഇയേഴ്സ് ആണ് ആഫ്റ്റർ അല്ലെ മെനപ്പോസിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. 45 ഇയേഴ്സ് വെച്ചിട്ടാണ് പഠിപ്പിച്ചത്. എനിവേ അതിന്റെ അപ്പുറത്തും ഇങ്ങോട്ടും ആയിട്ട് ഏകദേശം 10 ഇയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക എന്നുള്ള കാര്യം കൂടെ ക്ലിമാട്രിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എനിവേ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ആഫ്റ്റർ 35 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആഫ്റ്റർ 35 ഇയേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് വരുന്നത് കേട്ടോ. ക്ലിമാട്രിക് സ്റ്റേജ് എന്ന് പറയും. ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. ആർക്കും ശരിയായിട്ടില്ല, എല്ലാവരും ആഫ്റ്റർ 50 ഇയേഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ. കേട്ടോ, നീതി കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ആഫ്റ്റർ 35 ഇയേഴ്സ് കേട്ടോ. ആഫ്റ്റർ 35 ഇയേഴ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 50 ഇയേഴ്സ് അല്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. The joints mostly affected osteoarthritis. Axial skeleton, scapula, knee, pelvic, shoulder, hand, breast, low back, hip, ankle, feet, phalanges and neck. First second. The joint mostly affected osteoarthritis. ഇവിടെ ആർക്കോ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ നമ്മൾ റിസ്ക് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഓസ്റ്റിയോആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ വരുന്ന സ്പൈൻ ആണ് അല്ലെ. സ്പൈൻ ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ സ്പൈൻ കിട്ടുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ലോ ഷോൾഡർ അല്ലെ. ലോവർ ബാക്ക് ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് സെലക്ട് ചെയ്യണം? ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ ഒന്നിൽ സ്പൈൻ വന്നിട്ടില്ല അല്ലെ. പലഞ്ചസ് നെക്ക്, നീ, പെൽവിക്, ഷോൾഡർ ആണ് വന്നേക്കുന്നത്. ആക്സിയൽ സ്കെൽറ്റനിൽ വരത്തില്ല, സ്കാൽപ്പുല ആൻഡ് നീ അല്ലെ. അത്ര ഇതിൽ വരുത്തത്തില്ല അല്ലെ. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ലോ ബാക്ക്, ലാർജർ ജോയിന്റ്, ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്, ഹിപ്പ് ആൻഡ് ആംഗിൾ ആൻഡ് ഫീറ്റ് കേട്ടോ. അവിടെ ആക്സിയൽ സ്കെൽറ്റൻ അല്ല കറക്റ്റ്, അതിൽ ബ്രെയിൻ സ്കള്ളും ഒക്കെ വരും കേട്ടോ. സ്കൾ ആൻഡ് സ്പൈനൽ കോഡ് വരും. ഓക്കെ, എനിവേ വെർട്ടിബ്രൽ കോളം വരും. എനിവേ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ലോവർ ബാക്ക് ആണ്. ലോവർ ബാക്ക്, ഹിപ്പ്, ആംഗിൾ, ഫീറ്റ് കേട്ടോ. ഇപ്പം ആൻഡ് ബ്രസ്റ്റ്, ലാർജർ ജോയിന്റ്സിലാണ് എന്ത് വരുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ്. അപ്പൊ നമുക്ക് ഇവിടെ ലാർജർ ജോയിന്റ്സ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ്, ബെറ്റർ ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Excessive curvature in thoracic spine. Lordosis, kyphosis, scoliosis, fan neck deformity. Excessive curvature in thoracic spine is called. 10 second. വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം. ലോഡോസിസ് എന്ന് പറയുമ്പോൾ ലംബാർ കർവേച്ചർ, ആന്റീരിയർ കർവേച്ചർ അല്ലെ. പിന്നെ പോസ്റ്റീരിയർ കർവേച്ചർ, thoracic curvature, it is kyphosis അല്ലെ. thoracic kyphosis. Okay, scoliosis is the
ഏതാണ് സ്കോളിയോസിസ് വരുമ്പോൾ ലാറ്ററൽ കർവേച്ചർ, സ്വാൻ നെക്ക് ഡിഫോമിറ്റി, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു. ഓപ്ഷൻ ബി എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റിലോട്ട് വരുന്നു a client post-operative hip replacement prescribed a pillow between the legs. Which position will the pillow serve for the client? അപ്പൊ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹിപ്പ് റീപ്ലേസ്മെന്റിൽ എന്ത് പില്ലയാണ് വെക്കുന്നത്? ഒരുപാട് തവണ പഠിപ്പിച്ചാണ്. അബ്ഡക്ഷൻ, അഡക്ഷൻ, സർക്കംഡക്ഷൻ, ഫ്ലെക്ഷൻ. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു. വെരി ഗുഡ്, ആർക്ക് തെറ്റിയിട്ടില്ല. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ അബ്ഡക്ഷൻ പില്ലോ അല്ലെ. അബ്ഡക്ഷൻ പില്ലോ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് അബ്ഡക്ഷൻ പില്ലോ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, അബ്ഡക്ഷൻ പില്ലോ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമ്മളെ നെക്സ്റ്റിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The best indication for the use of cane for the client with. Best indication for the use of cane for the client with. Full range of motion with gravity, risk of future episode of bone infection, degenerative disease process within the hip, muscle weakness who need little support. നല്ലോണം ആലോചിച്ച് പറയണം. ബെസ്റ്റ് ഇൻഡിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് കെയിൻ ഫോർ ദ ക്ലൈന്റ് വിത്ത് അല്ലെ. അപ്പൊ പറഞ്ഞോളൂ, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ വിത്ത് ഗ്രാവിറ്റി ആണോ, റിസ്ക് ഫോർ ഫ്യൂച്ചർ എപ്പിസോഡ്സ് ഓഫ് ബോൺ ഇൻഫെക്ഷൻ ആണോ, ഡീജനറേറ്റീവ് ഡിസീസ് പ്രോസസ് വിത്തിൻ ദ ഹിപ്പ് ആണോ, മസിൽ വീക്ക്നെസ് ഹു നീഡ് ഫോർ ലിറ്റിൽ സപ്പോർട്ട് ആണോ? ആൻസർ കുറച്ചു പേർക്ക് തെറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു, ലിറ്റിൽ സപ്പോർട്ട് അല്ലെങ്കിൽ ലിറ്റിൽ വീക്ക്നെസ്സിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് സെൽഫായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് കെയിൻ അല്ലെ. സെൽഫായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കെയിൻ വാക്കിംഗ് ഫോർ ലിറ്റിൽ സപ്പോർട്ട്, മസിൽ വീക്ക്നെസ് ആൻഡ് ലിറ്റിൽ സപ്പോർട്ടിൽ യൂസ് ചെയ്യുന്നത് കെയിൻ ആണ് കേട്ടോ. കെയിൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ വിത്ത് ഗ്രാവിറ്റി ഒന്നും പ്രശ്നമില്ല അല്ലെ. റിസ്ക് ഓഫ് ഫ്യൂച്ചർ എപ്പിസോഡ്സ് ഓഫ് ബോൺ ഇൻഫെക്ഷൻ വേണ്ട അല്ലെ. റീജനറേറ്റീവ് ഡിസീസ് അതൊന്നും പറയുന്നില്ല അല്ലെ. ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് എന്താണ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അതും തെറ്റി അല്ലെ. ഓക്കെ, തെറ്റിപ്പോരുത് കേട്ടോ. കുറച്ച് പേർക്ക് തെറ്റിട്ടുണ്ട്, ഇങ്ങനെ തെറ്റരുത്. ഓക്കെ, നെക്സ്റ്റിലോട്ട് വരാം. ഇനി ഈ ക്വസ്റ്റ്യൻ രണ്ടാമത് നിങ്ങളെ കൈ കിട്ടുന്ന സമയത്ത് പരീക്ഷയ്ക്ക് അഥവാ കിട്ടുവാണെങ്കിൽ തെറ്റിക്കരുത് കേട്ടോ. രണ്ടാമത്തെ ടൈമിൽ തെറ്റിക്കരുത്. ഒരു വട്ടം അബദ്ധത്തിൽ ചാടും, രണ്ടാമത്തെ വട്ടം അങ്ങനെ തെറ്റ് വരരുത് കേട്ടോ. ആഫ്റ്റർ എ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി the client must be placed in post-operatively in the following position. After total hip replacement surgery, the client must be post-operatively in the following position: supine, semi, orthopnic, pendelbar. പറഞ്ഞോളൂ. ഞാൻ പഠിപ്പിച്ചതാണ് ഹിപ്പ് റീപ്ലേസ്മെന്റിന്റെ സർജറിയുടെ പൊസിഷൻ പഠിപ്പിച്ചതാണ്, നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി, ഹിപ്പിലാണ് സർജറി വരുന്നത്, അവിടെ മാനിപ്പുലേഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് there is a chance for embolism അല്ലെ. പൾമണറി എംബോളിസത്തിന്റെ റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഏതാണ് പൊസിഷൻ? സെമി ഫൗളൈസ് അല്ലെ. സെമി ഫൗളൈസ് പൊസിഷൻ ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യന്റിന് കൊടുക്കുന്ന പൊസിഷൻ കേട്ടോ. ഹിപ്പിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സെമി ഫൗളൈസ് പൊസിഷൻ. ഓക്കെ, അവിടെ തെറ്റിപ്പോരുത് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കുറച്ച് പേർക്ക് തെറ്റിപ്പോയല്ലോ. എന്ത് തെറ്റി? തെറ്റരുത് കേട്ടോ. ഒന്ന് രണ്ട് പേര് ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, to detect early manifestation of compartment syndrome, which of this assessment must be done initially? To detect early manifestation of compartment syndrome, which of these assessments must be done initially? Observe the color of fingers, palpate the radial pulse under the cast, check the cast order and drainage, evaluate the response of analgesia. First, second. To detect the manifestation of compartment syndrome, which of the assessment must be done initially? പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. ഒബ്സർവ് ദ കളർ ഓഫ് ദ ഫിംഗർ അല്ല, ഇവിടെ കമ്പാർട്ട്മെന്റ് സിൻഡ്രം. ഓൾറെഡി ആ ഫ്രാക്ചർ വന്ന ലെഗിൽ എന്തിട്ടുണ്ട്? കാസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ. അവിടെ കമ്പാർട്ട്മെന്റ് സിൻഡ്രം വന്നു, ഇവിടെ മൊത്തം സെല്ലിംഗ് ആയി അല്ലെ. കമ്പാർട്ട്മെന്റ് ഉള്ള ആ ഏരിയസ് മൊത്തം സെല്ലിംഗ് ആയി.
ഡിസ്റ്റലിലോട്ടുള്ള സർക്കുലേഷൻസ് ഇത് വരുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് അറിയേണ്ടത് ന്യൂറോ വാസ്കുലർ അസസ്മെന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പം പാൽപേറ്റ് ദ റേഡിയൽ പൾസ് അണ്ടർ ദ കാസ്റ്റ് കഴിഞ്ഞ് വരുന്ന റേഡിയൽ പൾസ് അവിടെ റിവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. പൈലോതെർമിയാണ് ഈ കളർ എന്ന് പറയുന്നത് വരുന്നത്. അത് നമുക്ക് അല്ലെ കളറുമായിട്ട് റിലേറ്റ് ചെയ്തും നമുക്ക് വരുന്നില്ല. എനിവേ ഡിസ്റ്റൽ 6P ആണ് നമ്മൾ അസസ്മെന്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഇവിടെ ഇമ്പോർട്ടന്റ് പൾസ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ. പാൽപേറ്റ് ദ റേഡിയൽ പൾസ് അണ്ടർ ദ കാസ്റ്റ്. ഓക്കെ. ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. After a computer tomography scan with intravenous contrast media, a client returned to the unit with complaints of shortness of breath and itching. Client should be treated immediately for anaphylactic reaction, fluid overload, inflammation, normal reaction of the stress. So CT scan with intravenous contrast medium. A client returns to the unit and complaint of shortness of breath and itching. Client should be treated immediately for സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. സിമുലേറ്റർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ഇവിടെ നമുക്കറിയാം ഷോർട്ട്നെസ് ഓഫ് ബർത്ത്, ഇച്ചിങ് അല്ലെ, ക്ലാസിക്കൽ ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ അനഫൈലാറ്റിക് റിയാക്ഷൻ അല്ലെ. അനഫൈലാറ്റിക് റിയാക്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Which of the following action will be the best to promote the independence of the client with skeletal traction? Which of the following action will be the best to promote the independence of the client with skeletal traction? Instruct the client to call for an analgesic, provide an overhead trapeze for client use, encourage leg exercise with limits of traction, provide skin care to prevent skin breakdown. So which is the best to promote independence for the client in skeletal traction? First, second. വെരി ഗുഡ്. ഒരു ആൻസർ വന്നിട്ടുണ്ട്. വെരി ഗുഡ് അല്ലെ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഡിപെൻഡൻസ് ഓഫ് ഫോർ ദ ക്ലയന്റ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അല്ല. അതിന്റെ മീൻസ് ക്ലയന്റിന് എന്ത് വേണം? ക്ലയന്റിന് പേഷ്യൻസിന് ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാക്ഷൻ ഇട്ട് വെച്ചേക്കാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റിരിക്കാനോ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പേഷ്യന്റിന് സഹായിക്കുന്ന ഓവർ ഹെഡ് ട്രപ്പീസ് കേട്ടോ. അപ്പൊ അതായത് ഇത് നമ്മൾ ഫ്രാക്ചർ ബെഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പേഷ്യന്റ് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്രേസ് ഇവിടെ ഇട്ടേക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? പേഷ്യന്റ് ഇവിടെ പുള്ളി ചെയ്തുകൊണ്ട് പിടിച്ച് എണീക്കാനും ഒക്കെ സഹായിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഓവർ ഹെഡ് ട്രപ്പീസ് ഫോർ ദ ക്ലയന്റ് യൂസ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. കുറച്ച് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ആൻസർ ബി ഈസ് ദ കറക്റ്റ്. ഇതുപോലെ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കണം പരീക്ഷയ്ക്ക്. ഞാൻ വന്നിരുന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഇതുപോലെ പറഞ്ഞിട്ടാനൊന്നും പറ്റത്തില്ല എക്സാമിന് കേട്ടോ. എക്സാമിന് നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഞാൻ വായിച്ചെടുക്കുന്ന പോലെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? എക്സാം എഴുതി പിടിപ്പിക്കാൻ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലോട്ട് വരാം. ചിലർക്ക് കൃത്യമായിട്ട് എക്സാം പറഞ്ഞു കൊടുത്താൽ ക്വസ്റ്റ്യൻ നല്ലതുപോലെ പറഞ്ഞു കൊടുത്താൽ ചിലർ ശരിയാക്കും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനൊന്നും ഇല്ല. എക്സാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. ഞാൻ ഈ പറയുന്നത് കാണിക്കുന്നതൊക്കെ ഡെമോയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് വായിച്ച് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇത് അസസ്മെന്റ് ഓഫ് എ ഫ്രാക്ചർ ഓഫ് ദ ഫിമറൽ നെക്ക് ക്യാൻ ബി ഡൺ ബൈ അസസിംഗ് ദ അഫക്റ്റഡ് ലെഗ്. The assessment of fracture of the femoral neck can be done by assessing the affected leg. For report pain by the client, a large hematoma visible, shortened, adducted, extremely rotated, presence of severe edema to the leg. The assessment of a fracture of femoral neck can be done by assessing the affected leg. Report the pain by the client, a large hematoma is visible, shortened, adducted, externally rotated, presence of severe edematous leg. First second ആയിരുന്നു. അറിയാവുന്നവർ പറഞ്ഞോളൂ. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ട് ഫിമറൽ നെക്ക് ഫ്രാക്ചർ ആണ്, അതിന്റെ അസസ്മെന്റ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലെ. ഫിമറൽ നെക്ക് അപ്പൊ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ബോൺ എന്താവും? ഷോർട്ട് ആവും അല്ലെ. ബോൺ ഷോർട്ട് ആവും, അഡക്റ്റഡ് അല്ലെ, അടുത്തിരിക്കും, ബോഡിയോട് അടുത്തിരിക്കും, ആൻഡ് എക്സ്ട്രാ ചിലപ്പം റൊട്ടേറ്റ് ചെയ്ത് വരും
അല്ലെ. എനിവേ ദിസ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ്. ഓക്കെ, ആർക്കും തെറ്റിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The priority needed including providing care for a skeletal traction for a patient with compound fractures. The priority needed to client in providing care for a skeletal traction of a patient with compound fracture. Order a trapeze to increase the client ambulation. Maintain the client a flat supine position at all time. Provide pin site care at least every hourly. Remove traction weight for 20 minutes every 2 hours. സ്കെൽറ്റൽ ട്രാക്ഷൻ ഉള്ള പേഷ്യന്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രയോറിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രയോറിറ്റി അല്ലെ. പ്രയോറിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ സ്കെൽറ്റൽ ട്രാക്ഷൻ ഇട്ടേക്കുന്ന പേഷ്യന്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി അല്ലെ. സ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ബോണിലോട്ട് പിന്ന് കണക്ട് ചെയ്തേക്കുവാണ് അല്ലെ, പിന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ദിസ് ഈസ് പ്രൊവൈഡ് സ്പിൻ സൈറ്റ് കെയർ എവരി അവർലി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൂട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. 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 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To prevent the foot drop in a client with buck traction. To prevent the foot drop in a client with buck traction. Place the pillow under the client heel. Tuck the sheet into the foot end of the bed. Teach the client isometric exercise. Ensure proper body positioning. To prevent the foot drop of a client with buck traction, the nurse should. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ബക്സ് ട്രാക്ഷൻ അല്ലെ. ബക്സ് എന്ന് പറയുമ്പോൾ സ്കിന്നിട്ട ട്രാക്ഷൻ ആണ് അല്ലെ. സ്കിന്നിൽ നമ്മൾ ബാൻഡേജ് ചുറ്റിയിട്ട് എടുക്കുന്നതാണ് എന്താ പറയുന്നത്, ബക്സ് ട്രാക്ഷൻ അല്ലെ. അവിടെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആവും അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് എൻഷുർ പ്രോപ്പർ ബോഡി പൊസിഷനിങ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. പ്രോപ്പർ ബോഡി. പ്ലേസ് പില്ലോ അണ്ടർ ദ ക്ലൈന്റ് ഹീൽസ് ഒന്നും അല്ല കേട്ടോ. അതൊന്നല്ല ഇവിടെ കറക്റ്റ് ആൻസർ. ഇവിടെ എൻഷുർ പ്രോപ്പർ ബോഡി അല്ലെ. പ്രിവെന്റ് ഫുഡ് ഡ്രോപ്പിനുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ലെ. ഫുഡ് ബോർഡ് വെക്കുന്ന കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓപ്ഷനിലില്ല. ഇവിടെ കറക്റ്റ് ആൻസർ എൻഷുർ ബോഡി പൊസിഷനിങ് ഈസ് ദ കറക്റ്റ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. In order to buck traction applied to the right leg to be effective. In order to buck traction applied to the right leg to the effective, the client should be placed in which position? In order to buck tractions applied to the right to be effective, the client should be placed in which position? Supine, sims, prone position, lithotomy position. Buck traction പൊസിഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന. ആൻസർ അറിയാവുന്നവര് ഓക്കെ, ഓൾറെഡി ഞാൻ പഠിപ്പിച്ചാണ് ബക്ക് ട്രാക്ഷൻ. ബക്ക് ട്രാക്ഷൻ നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ സുപ്പൈൻ പൊസിഷൻ അല്ലെ. സുപ്പൈൻ ആണ്. ബോഡിയുടെ വെയിറ്റ് എടുക്കാം അല്ലെ. ബോഡിയുടെ വെയിറ്റ് എടുക്കും. ഇവിടെ കപ്പിയുടെ വെയിറ്റ് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് പൊസിഷൻ കൊടുക്കേണ്ട സുപ്പൈൻ പൊസിഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അല്ലെ. സുപ്പൈൻ പൊസിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ആൻസർ സുപ്പൈൻ പൊസിഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. An elderly client has returned from the surgery. An elderly client has returned from the surgery are instructed to not to flex their hip because instruct the client returned to from the surgery are instructed not to flex their hip because it will be very painful. The soft tissue around the site will be damaged. Displacement, it will be pull the hip out of alignment. First second. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കണം എൽഡർലി ക്ലൈന്റ് സർജറി എന്നാണ് പറയുന്നത്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി അവിടെ പ്രോസസ്സസ് ഒക്കെയാണ് വരുന്നത്. എനിവേ ഫ്ലെക്ഷൻ ലീഡിങ് ടു ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഫ്ലെക്ഷൻ ലീഡിങ് ടു ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ഒക്കർ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ടു ഒക്കർ കേട്ടോ. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. കുറച്ച് പേർക്ക് ശരിയായിട്ടുണ്ട്. വെരി ഗുഡ്. കുറച്ച് പേർക്ക്
ശരിയായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. കുറച്ച് പേർക്ക് ശരിയായിട്ടുണ്ട്, കൊള്ളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nursing action needed for an amputated patient below the knee just after surgery. The nursing action needed for an amputated patient below the knee just after surgery. Below the knee ആണെങ്കിൽ എന്താണ് പ്രശ്നം? Leave the pillow as is thumb elevated. Remove the pillow and elevated the foot end of the bed. Leave the pillow and elevate the foot of the bed. Check with the physician and clarify the order. The nursing action needed for amputated patient below the knee just after surgery. Thumb elevation alla, foot end of the bed ആണ് elevation. കേട്ടോ, remove the pillow, കേട്ടോ, remove the pillow and elevate the foot end of the bed. കേട്ടോ, remove the pillow and elevate. അത് nursing action needed amputated patient below knee just after surgery. പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ട്സിൽ ഉണ്ട്, വ്യക്തമായിട്ട് നോക്കിക്കോണം. Remove the pillow and elevate the foot end of the bed ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, foot end of the bed ആണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റിലോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The intervention needed to prevent pressure point. The intervention needed to prevent the pressure point around the top of the splint for a client with a fracture. The intervention needed to prevent the pressure point around the top of the splint for a client with a fracture. Protect the client with lotion. Keep the client pulled up in the bed. Pad the top of the splint with washcloth. Provide a foot plate in the bed. The intervention needed to prevent the pressure point around the tip of the splint, the client fracture. So splintil pressure point avoid ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു സ്പ്ലിന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യണം? കവർ ചെയ്യണം അല്ലെ? സ്പ്ലിന്റ് എന്ത് ചെയ്യണം? റഫ് ആക്കി മാറ്റരുത്. പാഡ് ദ ടോപ്പ് ഓഫ് ദ സ്പ്ലിന്റ് വിത്ത് വാഷ് ക്ലോത്ത്. കേട്ടോ, അവിടെ ആൻസർ നമ്മൾ എന്താണ്? സി. കേട്ടോ, സി ഇസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, അപ്പൊ സ്പ്ലിന്റ് പ്രഷർ പോയിന്റിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ പ്രഷർ പോയിന്റിന്റെ അടുത്ത് സ്പ്ലിന്റ് എന്ന് പറയുന്നത് ഹാർഡാണ് അല്ലെ? പാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് ആയിരിക്കും. ആ ഹാർഡ് എത്തിയിൽ ബോണി പ്രൊമിനൻസുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ദർ ഇസ് എ ചാൻസ് ഫോർ ബെഡ് സോർ അല്ലെ? അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? അത് സപ്പോർട്ട് കൊടുക്കും അല്ലെ? വിത്ത് വാഷബിൾ ക്ലോത്ത്. കേട്ടോ, അപ്പം വാഷ് ക്ലോത്ത്സ് വെച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് അവിടെ എന്ത് ചെയ്യും? സപ്പോർട്ട് കൊടുക്കും അല്ലെ? ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major rationale for the use of acetyl salicylic acid in the treatment of rheumatoid arthritis. Acetic salicylic acid, aspirin, rheumatoid arthritis എന്തിനാണ് കൊടുക്കുന്നത്? Fever reduce ചെയ്യാൻ, inflammation reduce ചെയ്യാൻ, reduce the inflammation of the joint, assist the client range of motion activities without pain, and prevent the extension of disease process. Prevent the extension of the disease process. Reduce fever, reduce the inflammation of the joint, assist the client range of motions activities without pain, prevent extension of the disease process. ഫസ്റ്റ് സെക്കൻഡ് ആയിരുന്നു, പഠിച്ചോണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആസ്പിരിൻ നമുക്ക് പഠിച്ചു. AS ആന്റിപ്ലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് വരുന്ന കാർഡിയാക്കില്, MI നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ? പക്ഷെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആസ്പിരിൻ ഈസ് എ ക്ലാസ് ഓഫ് NSAIDs അല്ലെ? ഞാൻ പഠിപ്പിച്ചു NSAIDs ആന്റി ഇൻഫ്ലമേറ്ററിയുടെ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷനിലാണ് ആസ്പിരിൻ വരുന്ന. ആസ്പിരിൻ ഈസ് റെഡ്യൂസിങ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ്. കേട്ടോ, പഠിപ്പിച്ചിട്ടുണ്ട്. ഓൾറെഡി ഫാർമക്കോളജിയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം. കേട്ടോ, ആസ്പിരിൻ അവിടെ കൊടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ്. ആസ്പിരിൻ റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് 24 റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ആഫ്റ്റർ 24 ലെവലിൽ മെറ്റബോളിക് അസിഡോസിസ്. കേട്ടോ, അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നോക്കിക്കോണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം. നെക്സ്റ്റിലോട്ട് വരുന്നു. Following amputation, the advantage to the client for immediate process is fitting. Following the amputation, the advantage to the client for an immediate process is fitting. Ability to ambulate sooner, less change for phantom limb sensation, better fit for the processes, dressing change are not necessary.
ഫോളോയിങ് ആംബ്യൂട്ടേഷൻ ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ക്ലൈന്റ് ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോസസ് ഫിറ്റ്. അപ്പൊ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് പ്രോസസ് ഫിറ്റ് ചെയ്യുന്നതിന്റെ അത്യാവശ്യം എന്താണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ ശ്രദ്ധിക്കണം, ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ് ഒരിക്കലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസ്റ്റസിസ് ഫിറ്റിംഗ് ചെയ്യത്തില്ല അല്ലെ. ഇമ്മീഡിയറ്റ് പ്രോസ്റ്റസിസ് ഫിറ്റിംഗ് ചെയ്യത്തില്ല. അവിടെ കുറെ ദിവസം അവിടെ ബാൻഡേജ് ഒക്കെ കെട്ടി ടൈറ്റൻ ചെയ്ത് ഷേപ്പ് ഒക്കെ ചെയ്ത് മോഡ്യൂൾ ചെയ്ത് മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഇമ്മീഡിയറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എബിലിറ്റി ടു ആംബുലേറ്റ് സൂണർ അല്ലെ. എബിലിറ്റി ടു ആംബുലേറ്റ് സൂണർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. അവിടെ ലെസൺ ഫാൻഡലിം സെൻസേഷൻ അല്ല കേട്ടോ. ലെസൺ ഫാൻഡലിം സെൻസേഷന്റെ നമ്മളെ ട്രീറ്റ്മെന്റ് ഒഫീഷ്യൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ പേഷ്യനെ കൊണ്ട് റിയൽ ദ സിറ്റുവേഷൻ അല്ലെ, അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ കാലില്ല, വേദന ഇല്ല എന്നുള്ളത് പറയുക, അവരെ കൊണ്ട് അവിടെ ആ ഏരിയ ഒക്കെ ടച്ച് ചെയ്യിപ്പിച്ച് അവരുടെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫാൻഡലിം പെയിന്റ്. പ്ലസ് സിവിയർ പെയിൻ കംപ്ലൈന്റ് പറയുന്നതുകൊണ്ട് നെർവ് സെൻസേഷൻ വരുന്നത് കൊണ്ട് അവിടെ മെഡിസിനും കൊടുക്കും കേട്ടോ. എനിവേ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇമ്മീഡിയറ്റ് പ്രോസസ് ഫിറ്റിംഗ് വരുന്ന ആംബുലേറ്റ് സൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ ഫിറ്റ് വരുന്നത് എന്താണ്? പതുക്കെ കൊണ്ട് ചെയ്യത്തുള്ളൂ അല്ലെ. അവിടെ എല്ലാം ബാൻഡേജ് ഒക്കെ വെച്ച് വരിഞ്ഞു മുറുക്കി ബോണ്ടൊക്കെ നല്ലതുപോലെ ഹീൽ ആയതിനു ശേഷമേ എന്ത് ചെയ്യത്തുള്ളൂ? ബെറ്റർ പ്രോസസ് അപ്ലൈ ചെയ്യത്തുള്ളൂ കേട്ടോ. വെരി ഗുഡ്, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ ദി എക്സാം കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. One method of assessing the signs of circulatory impairment. One method of assessing the signs of circulatory impairment in a client with a fractured femur is to ask the client to. One method for assessing signs of circulatory impairment, the client with the fractured femur is to assess, cough and deep breathe, turn himself to bed, perform biceps exercise, wiggle his toes. First second ആയിരുന്നു. കഫ് ഡീപ് ബ്രീത്ത് അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ, സർക്കുലേറ്ററി ഇമ്പയർമെന്റ്. അപ്പൊ നമുക്കറിയാം സർക്കുലേഷൻ പ്രോബ്ലം, ന്യൂറോ വാസ്കുലർ പ്രോബ്ലം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കമ്പാർട്ട്മെന്റ് സിൻഡ്രോം അല്ലെ. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രാക്ചറിന്റെ പെരിഫറിയിലൊക്കെ നമ്മൾ ഡിസ്റ്റൽ അല്ലെ, അവിടെ എന്ത് ചെയ്യണം? പ്രോക്സിമൽ അല്ല, ഡിസ്റ്റൽ ഏരിയയിൽ പൾസ് മൂവ്മെന്റ് അല്ലെ, അതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ കറക്റ്റ് ആൻസർ വരുന്ന വിഗിൾ ഹിസ് ടോസ് കേട്ടോ. ടോസുകളൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഒരാളെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, ഒന്നല്ല രണ്ടുപേരും ആൻസർ പറഞ്ഞു. ഇറ്റ്സ് വെരി ഗുഡ് കേട്ടോ. ഇവിടെ ആൻസർ ശ്രദ്ധിച്ചോണം. ഇറ്റ് ഈസ് വിഗിൾ ഹിസ് ടോസ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. തെറ്റിപ്പോയിട്ട് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. The first intervention needed before ambulate the client following hip surgery for fracture client is to helping the client getting up. The first intervention needed before ambulating the client following hip surgery for fracture the client is by helping the client getting up. After dangling at the bedside, use of walker for balance, put minimal weight on affected side, practice by having a slightly flexed hips. So ambulation ചെയ്യിക്കുകയാണ് അല്ലെ. The intervention needed for before ambulating the client following hip surgery of fracture അല്ലെ. അപ്പം നമ്മൾ ഓർക്കണം, ഹിപ്പ് സർജറി കഴിഞ്ഞ് പേഷ്യന്റിനെ ആംബുലേറ്റ് ചെയ്യുകയാണ് അല്ലെ. ആംബുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വാക്കർ, കെയിന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അല്ലെ. വാക്കർ യൂസ് ചെയ്യും. അപ്പൊ വാക്കർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലെക്സ് ചെയ്യണം അല്ലെ. ലെഗ് ഫ്ലെക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ അല്ലെ. പ്രാക്ടീസ് ബൈ ഹാവിംഗ് കെയർ സ്ലൈറ്റ്ലി ഫ്ലെക്സ് കെയർ ഹിപ്സ്. ഹിപ്പ് ഫ്ലെക്സ് ചെയ്തിട്ട് വേണം ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഡാംഗ്ലിംഗ് അറ്റ് ദ ബെഡ് സൈഡ് ഒന്നും വരത്തില്ല. ആഫ്റ്റർ ഡാംഗ്ലിംഗ് അറ്റ് ദ ബെഡ് സൈഡ് അങ്ങനെ ചെയ്തുകൂടാ. ക്രോസിങ്, ഡാംഗ്ലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ. യൂസ് ഓഫ് വാക്കർ ഫോർ ദ ബാലൻസ് അല്ല. ഇവിടെ നമ്മൾ ആദ്യം ഫ്ലെക്സ് ചെയ്തിരിക്കണം അല്ലെ. ഹിപ്പ് ഫ്ലെക്സ് ചെയ്യുക. ഫ്ലെക്സ് ചെയ്തതിന് ശേഷമേ പിന്നെ വാക്കറിലോട്ട് എത്തുള്ളൂ കേട്ടോ. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. പ്രാക്ടീസ് ടു ഹാവിംഗ് സ്ലൈറ്റ്ലി ഫ്ലെക്സ് യുവർ ഹിപ്സ് സ്ലൈറ്റ്ലി ഫ്ലെക്സ് ചെയ്യുകയാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. The purpose of placing foot plate on the affected side at the bottom of the patients with back traction. The purpose of placing foot plate on the affected side of bottom of the patient
with book traction. Anchor the traction, prevent foot drop, keep the client from sliding down the bed, prevent pressure area on the foot. Foot plate എന്തിനാണ് വെക്കുന്ന? first second. Very good. Very good, very good. പറഞ്ഞ കറക്റ്റ് ആണ്, പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫുഡ് പ്ലേറ്റുകൾ അപ്ലൈ ചെയ്യുന്നത് പ്രിവെന്റ് ഫുഡ് ഡ്രോപ്പ് കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചോണം. ഫുഡ് പ്ലേറ്റ് ഫോർ സാൻഡ് ബാഗ്, ഫുഡ് ബോർഡ് കേട്ടോ, ഫുഡ് പ്ലേറ്റ് എല്ലാം ഒരു വാക്കുകളാണ്, ഒരേ ഗണത്തിൽ പെടുന്നതാണ്. ഇറ്റ് ഈസ് എന്നാണ് പ്രിവെന്റ് ഫുഡ് ഡ്രോപ്പ് കേട്ടോ. ഫുഡ് ഡ്രോപ്പ് ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. Following the application of leg cast, the nurse check the client toes for. Following the application of leg cast, the nurse check the client toes for. Increase in the temperature, change in the color, edema, movement. Following the application of leg cast, the nurse check the client toes for. പറഞ്ഞോളൂ. ചേഞ്ച് ഇൻ കളർ അല്ല, കാസ്റ്റ് അവിടെ മൂവ്മെന്റ് അല്ലെ, കമ്പാർട്ട്മെന്റ് സിൻഡ്രം അതാണ് ഇമ്പോർട്ടന്റ്. മൂവ്മെന്റ് അല്ലെ, ടോസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഒരാളെ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, ആൻസർ ഇസ് ഓപ്ഷൻ ഡി അല്ലെ. നമ്മൾ ഡിജിറ്റൽ ഏരിയയിൽ മൂവ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് വരുന്നു, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് വരുന്നു. Last question. The early symptoms which is usually reported by the client with rheumatoid arthritis. Early symptom which is usually reported by the client with rheumatoid arthritis. Limited motion, deformed joint at the hand, early morning stiffness and rheumatoid nodules. The early symptom which is usually reported by the client with rheumatoid arthritis. First second ആയിരുന്നു. പറഞ്ഞോളൂ, ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളൂ. The early symptom which is usually report the client with ഏതാണ്? early symptom എന്ന് പറയുന്നത് എന്താണ്? the correct answer early morning stiffness. Okay, very good. Early morning stiffness is the correct answer. Okay, അപ്പൊ നമ്മളെ 25 questions